നമസ്കാരം. അങ്ങനെ CSKക്ക് ഒരു പരാജയം കൂടി. ജയിച്ച പഞ്ചാബിന് സന്തോഷം, ധോണി ഒരു ക്യാമിയോ ഇന്നിങ്സ് കളിച്ചതുകൊണ്ട് തോറ്റ CSKക്കും സന്തോഷം. അങ്ങനെ മൊത്തത്തിൽ സന്തോഷം. ടോസ് കിട്ടിയിട്ട് ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച പഞ്ചാബ് പ്രിയൻ ഷാരിയുടെ സെഞ്ചുറി, അതുപോലെ തന്നെ മാർക്കോ യാൻസൺ, ശശാങ്ക് എന്നിവർ ഈ മൂന്ന് പേരുടെ ഒരു ബാറ്റിങ്ങിൻ്റെ ബലത്തിൽ 219 റൺസാണ് ആദ്യം അടിച്ചത്. എന്തോരം ക്യാച്ചാണ് CSK വിട്ടതെന്നറിയാം. ഇത്രയും ക്യാച്ച് വിട്ടൊരു മാച്ച് CSK മാത്രമല്ല പഞ്ചാബും വിട്ടു ആവശ്യത്തിന് ക്യാച്ച്. ഒരു വല്ലാത്തൊരു മാച്ച്. കാരണം ഒരു ക്വാളിറ്റി ഇല്ലാത്ത മാച്ച്. ഇത്രയും ക്യാച്ചൊക്കെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ കളിക്കുന്ന പ്ലേയേഴ്സ് വിടും. അത്ഭുതം തോന്നിപ്പോയി. ചാഹലൊക്കെ എത്ര ക്യാച്ച് വിട്ടതെന്ന് ചാഹലിന് പോലും അറിയില്ല. പഞ്ചാബിന്റെ ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏർലി വിക്കറ്റ്സ് ഒരുപാട് വീണു. പക്ഷേ ഒരു സൈഡിൽ നിന്ന് പ്രിയാൻ ഷാരി ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ക്യാച്ചൊക്കെ എടുത്തിരുന്നുണ്ടെങ്കിൽ പ്രിയാൻ ഷാരിയുടെ ക്യാച്ചും കുറേ വിട്ടു. അപ്പോൾ ആ ക്യാച്ചൊക്കെ എടുത്തിരുന്നുണ്ടെങ്കിൽ പഞ്ചാബ് ഒരു 150-170 അകത്ത് CSKക്ക് തീർച്ചയായിട്ടും തളച്ചിടാൻ പറ്റിയേനെ. അങ്ങനെ ഒരു മാച്ചായിരുന്നു. പക്ഷേ ക്യാച്ചും എടുത്തില്ല, ഫീൽഡിങ്ങും പ്രോപ്പറായിട്ട് വന്നില്ല. എന്തായാലും അത് കഴിഞ്ഞിട്ട് ശശാങ്ക് സിംഗും മാർക്കോ യാൻസനും വന്നിട്ട് നന്നായിട്ട് ബാറ്റ് ചെയ്ത് പഞ്ചാബ് 219 ഹ്യൂജ് സ്കോറിലേക്ക് എത്തി. ഇതിൻ്റെ ഇടയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആരും ബാറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു 3 പേരാണ് പഞ്ചാബിന് വേണ്ടിയിട്ട് നന്നായിട്ട് ബാറ്റ് ചെയ്തു. ഇനി CSKയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺവേ നന്നായിട്ട് നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തു. അതുപോലെ ഡച്ചിൻ്റെ വിൻ്റെ ഒരു സ്റ്റാർട്ട് കൊടുത്തു. പവർ പ്ലേയിൽ അത്യാവശ്യമൊക്കെ 52, 54 അങ്ങനെ ഒരു റണ്ണിലേക്ക് അവർ എത്തി. പിന്നെയും ഫയർ പവർ ഇല്ലാതെ മിഡിൽ ഓവേഴ്സിൽ കുറേ ഓവേഴ്സ് ഇങ്ങനെ റൺ റേറ്റ് ഇങ്ങനെ കുറഞ്ഞു വന്നു. ലാസ്റ്റ് ധോണി ഇറങ്ങി ഒരു ക്യാമിയോ കളിച്ചു. ജയിപ്പിക്കുന്നൊക്കെ കുറച്ചൊരു 10% ഒരു പ്രതീക്ഷയൊക്കെ ധോണി ബാറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. ആ ഒരു ലെവലിലേക്കൊക്കെ എത്തി. ഇപ്പോൾ ഈ രണ്ട് ടീമിൻ്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അടിക്കാനുള്ള ഫയർ പവർ പഞ്ചാബിന് കൂടുതലായിരുന്നു എന്നുള്ളതാണ്. ക്യാച്ച് എല്ലാവരും വിട്ടു. പൂറായിട്ടുള്ള ബോളിംഗ് ആയിരുന്നു. ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് 1-2 പേരല്ലാതെ വേറെ ആരും പെർഫോം ചെയ്തിട്ടില്ല. അങ്ങനെ ഏകദേശം ഒരേപോലെ തന്നെയായിരുന്നു രണ്ട് ടീമിൻ്റെ പെർഫോമൻസ്. ഏറ്റവും ബാഡായിട്ട് കളിച്ച് CSK തോറ്റു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഋതുരാജ് ഗെയ്ക്വാഡ് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. കളി കഴിഞ്ഞിട്ട് പ്രസൻറ്റേഷൻ്റെ സമയത്തൊക്കെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കളി തോറ്റ ഒരാളുടെ ഒരു ഭാവമൊന്നും ആ മുഖത്തില്ല. അതുപോലെ തന്നെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അശ്വിന് പവർ പ്ലേയിൽ ഓവർ കൊടുക്കുകയാണ്, അടി കൊടുക്കാൻ. വീണ്ടും ചെയ്ത തെറ്റ് തന്നെ വീണ്ടും ചെയ്യുക. 100 എന്ന് പറഞ്ഞ ഒരു വേൾഡ് ക്ലാസ് ബോളറിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഋതുരാജ് ഗെയ്ക്വാഡിന് അറിയില്ല. അതായത് പവർ പ്ലേയിൽ 100 കളിക്കുന്ന ബാക്കി എല്ലാ ലീഗിലും പവർ പ്ലേയിൽ എറിയുന്ന ഒരു ബോളറാണ്. ഇന്ന് ജഡേജയും അശ്വിനെ നേരത്തെ കൊണ്ടുവന്നു, 100 പിന്നീട് യൂസ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഒരു ക്ലൂ ഇല്ലാത്ത രീതിയിലൊരു ക്യാപ്റ്റൻസി, അതുപോലെ തന്നെ ഒരു ഫയർ പവറും ഇല്ലാത്തൊരു ബാറ്റിംഗ് ലൈനപ്പ്. ഓവർട്ടൺ വരണം ഈ ടീമിലേക്ക്. എന്തെങ്കിലും ഇവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഓവർട്ടൺ വരണം. രച്ചിനോ കോൺവേ ഏതെങ്കിലും ഒരാൾ വെളിയിൽ പോകണം. ഇപ്പോൾ രച്ചിൻ തന്നെ പോകേണ്ടി വരും. കോൺവേ ഇപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഓവർട്ടൺ ആ മിഡിലിൽ ഇപ്പോൾ ധോണി വന്നു. എന്നിട്ട് കോൺവേ ഇവർ റിട്ടയർഡ് ഔട്ടാക്കിയിട്ട് ജഡേജയെ കൊണ്ടുവന്നു. അതൊക്കെ കോമഡി ആയിരുന്നു. ജഡേജയ്ക്കൊന്നും 2 ഓവറിൽ 20 മേളിൽ റണ്ണ് നിന്ന് കണ്ടിന്യൂസ് അടിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കോൺവേ നിന്നാലും ജഡേജ നിന്നാലും ഒരുപോലെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാറ്റിംഗ് കണ്ടാലും നമുക്കത് പറയാം. പിന്നീടും ധോണിയുടെ ഒരു ക്യാമിയോ കാണാൻ പറ്റി. പുള്ളിയെ കൊണ്ട് ഇന്നൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ധോണി എന്തെങ്കിലുമൊക്കെ ചെയ്തു. വന്നിട്ട് അടിക്കാൻ കൈനൂത്ത് 2 അടിച്ചു. ഫാൻസിന് സന്തോഷമായി, കളി കണ്ട എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ അതാണ് ഈ ഒരു മാച്ചിൻ്റെ ഒരു പോസിറ്റീവ്. ഇനി രണ്ട് ടീമിനെ ഫേസ് ബൈ ഫേസ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബ് 75-3 ആയിരുന്നു പവർ പ്ലേയുടെ സമയത്ത്. ചെന്നൈ 59-0. വിക്കറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളായിരുന്നു അവിടെ. ഒരു 14 ഓവറായപ്പോൾ 158-6 പഞ്ചാബ്. ചെന്നൈ 139-2. 219 പഞ്ചാബ് ഫിനിഷ് ചെയ്തു. ചെന്നൈ 201 ചെന്നൈക്ക് സാധിച്ചുള്ളൂ. ഈ ഒരു ഫേസസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ചെന്നൈയുടെ ഒരു ഫയർ പവറിൻ്റെ കുറവുകൊണ്ടാണ് ചെന്നൈ ഇന്ന് പരാജയപ്പെട്ടത്. അതുപോലെ തന്നെ വെരി ബാഡ് ക്രിക്കറ്റ്. ഇത്രയും ക്യാച്ച് വിട്ടിട്ട് കളി ജയിക്കണമെന്ന് ആഗ്രഹിക്കാൻ പറ്റില്ല. അപ്പോൾ മൊത്തത്തിൽ ഈ മാച്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മോശമായിട്ട് കളിച്ച് CSK കളി തോറ്റു. തമ്മിൽ ഭേദമായിട്ടുള്ള പഞ്ചാബ് കളി ജയിച്ചു. അത്രേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ മാച്ചിൻ്റെ ഒരു പ്രത്യേകത. രണ്ട് ടീമിനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന അവരുടെ ഒരു ബാറ്റിങ്ങിൻ്റെ ഫയർ പവറാണ്. ബാക്കിയെല്ലാം കണക്കാണ്. പിന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ചെന്നൈയുടെ ഭാഗത്തുനിന്ന് കോൺവേ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കാണിച്ചു. അതുപോലെ തന്നെ ശിവം ദുബൈ കുറച്ച് മാച്ചസിന് തേച്ച ഒരു പെർഫോമൻസ് കാണിച്ചു. ധോണിയുടെ ഒരു ക്യാമിയോ ഉണ്ട്. അതുപോലെ തന്നെ പഞ്ചാബിൻ്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പ്രിയാൻ ഷാരിയുടെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ്, ഒരു നെക്സ്റ്റ് അഭിഷേക് ശർമ്മ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇന്നിങ്സ്, ഒരു നല്ലൊരു ഇന്നിങ്സ്, ഒരു രക്ഷയില്ലാത്ത എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് കുഡോസ് ടീം. അതുപോലെ തന്നെ ശശാങ്ക് സിംഗും നല്ലൊരു ക്യാരക്ടർ കാണിച്ചു ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ മാർക്കോ യാൻസനും ആ ഒരു പെർഫോമൻസ് കൊടുത്തതുകൊണ്ട് മാത്രമാണ് പഞ്ചാബിന് ഈ ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റിയതും പിന്നീട് ഈ മാച്ച് ജയിക്കാൻ പറ്റിയതും. അപ്പോൾ പ്രിയൻ ഷാരിയുടെ പെർഫോമൻസ് ഇവിടെ ധോണിയുടെ ഒരു ക്യാമിയോ മാത്രമാണ് ഈ മാച്ചിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ കിട്ടിയത്. മൊത്തത്തിൽ ഇത്രയും ക്യാച്ചസ് വിട്ട ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് സത്യം പറഞ്ഞ ഈ മാച്ച് കണ്ടിട്ട്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത മാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെയാണ് CSK vs പഞ്ചാബ് മാച്ചിനെ പറ്റിയിട്ടുള്ള തോട്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എതിരെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.